പട്ടത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച CPM സഖാക്കന്മാർ ഞെട്ടിയിരിക്കുന്നു. മലപ്പട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPMന്റെ പാർട്ടി ഗ്രാമമാണ്. ഗാന്ധി പ്രതിമ തയ്യാറായി കഴിഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ച അത് മലപ്പട്ടത്ത് തല ഉയർത്തി തന്നെ നിൽക്കും. ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്. പറയുന്നത് മറ്റാരുമല്ല, കണ്ണൂർ കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ മാർട്ടിൻ ജോർജാണ്. വലിയ കോളിളക്കം സൃഷ്ടിച്ച മലപ്പട്ടത്ത് CPM ഭീഷണിക്ക് നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുകയാണ് കോൺഗ്രസ്. വരുന്ന 6-ാം തീയതി അത് സംഭവിച്ചിരിക്കും. പാർട്ടി ഗ്രാമം എന്ന ഓമനപ്പേരിലാണ് മലപ്പട്ടം അറിയപ്പെടുന്നത്. അവിടെയാണ് കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത്. CPIM പ്രവർത്തകർ തകർത്ത ഗാന്ധി സ്തൂപത്തിന് പകരമാണ് പുതിയത് സ്ഥാപിക്കുന്നത്. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്ത് കൂട്ടത്തോടെ എത്തുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും മലപ്പട്ടത്തെത്തി ചടങ്ങിൽ പങ്കെടുക്കുന്നു. അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടം മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തിയതും അത് അക്രമത്തിലേക്ക് നടന്നതുമൊക്കെ നമുക്കറിയാം. ജാഥയ്ക്കെതിരെ പോലീസും CPMും ഒരുപോലെ അക്രമം അഴിച്ചുവിട്ടതും നമ്മൾ കണ്ടു. അന്ന് CPM നടത്തിയ വെല്ലുവിളിയാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്ന്. ആ വെല്ലുവിളിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിന്റെ ചില വാക്കുകളുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിന്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിന്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതിന്റെ തുടക്കം എന്ന നിലയിൽ 6-ാം തീയതി ബഹുമാനായ KPCC പ്രസിഡന്റാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ടീമിൽ ശ്രീ PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിഷ്ണുനാഥ്, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേക ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് രണ്ട് ഗവൺമെന്റുകളും രണ്ട് പാർട്ടികളും BJP ആയാലും CPM ആയാലും ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാരെ അവരുടെ പേരുകൾ എവിടെ വരുന്നു അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എവിടെ വരുന്നു അതൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. BJP ജീവനുള്ള ഗാന്ധിജിയെ വകവരുത്തിയെങ്കിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിമകൾ തകർത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ BJP ചെയ്യുന്നത് നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള നെഹ്റു യുവകേന്ദ്ര ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള, ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലുള്ള അത്തരം വലിയ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ പേര് മാറ്റി
അതൊക്കെ BJPയുടെ അഡ്രസ്സിംഗ് ഉള്ള പേരുകളായി മാറ്റും.